നെടുമുടിയിൽ ക്വാറമില്ലാത്തതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റി. ഭരണം കിട്ടിയിട്ടും LDF-ൽ തർക്കം തുടരുകയാണ്. പാർട്ടി നിർദ്ദേശിച്ച പ്രസിഡന്റിനെ അംഗീകരിക്കാനാകില്ലെന്നാണ് ഒരു വിഭാഗം CPM അംഗങ്ങൾ പറയുന്നത്. ഇടത് അംഗങ്ങൾ രണ്ട് ചേരിയായി 2 പേർക്ക് വേണ്ടി നിലകൊണ്ടു. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. സുധീഷ് ഗോപാലുണ്ട് അവിടെ നിന്നും. സുധീഷ്, എന്താണ് ഈ നെടുമുടിയിൽ സംഭവിച്ചത്? അതായത് CPM-നകത്ത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം. അതായത് CPM-ന് അവിടെ മേധാവിത്വമുണ്ട്, പക്ഷേ 2 സ്ഥാനാർത്ഥികളെ CPM-കാർ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. ഇതേ തുടർന്നാണോ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ ആ പഞ്ചായത്തിൽ ഉണ്ടായത്? സുധീഷ്, ഗൗതം, അതുതന്നെയാണ് CPM-ലെ വിഭാഗീയതയും തർക്കവുമാണ് ഇത്തരത്തിലെ ഒരവസ്ഥയ്ക്ക് കാരണം. 15-അംഗ ഭരണസമിതിയാണ് നെടുമുടി പഞ്ചായത്തിലുള്ളത്. ഇതിൽ 9 പേർ CPM-ൻ്റെ LDF-ൻ്റെ പ്രതിനിധികളാണ്, 6 പേരാണ് UDF-നുള്ളത്. UDF-ൻ്റെ ഈ 6 പ്രതിനിധികൾ മാത്രമായിരുന്നു ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി പഞ്ചായത്തിൽ എത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് കോറം തികയാതെ വന്ന് തിങ്കളാഴ്ചത്തേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. ഈ 9 അംഗങ്ങളിൽ തുല്യാതുല്യം 2 പേരുടെ പേരുകൾ നിർദ്ദേശിച്ച് രംഗത്തെത്തിയതോടെയാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകുന്നത്. ആ 2 ചേരിയായി തിരിഞ്ഞതോടെ ഈ LDF-ന് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി കൂടി നിർദ്ദേശിച്ച പേരും എന്നാൽ ജനപ്രതിനിധികൾക്കിടയിലുള്ള പേരും അത് വ്യത്യസ്തമായതാണ് തർക്കത്തിന് കാരണം. ലോക്കൽ കമ്മിറ്റി നിർദ്ദേശിച്ച പേര് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷവും നിലപാടെടുത്തത്. ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ന് ആരും പോകണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു. ആ രീതിയിലാണ് പാർട്ടി വിപ്പും കൊടുത്തത്. ആ വിപ്പ് അംഗീകരിച്ചെങ്കിൽ പോലും ആരെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കണം എന്ന പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറല്ല. അധികാരത്തിൽ ഭരണസമിതി അത് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭിന്നിപ്പ് രൂക്ഷമായ ഒരു സാഹചര്യമാണ് നെടുമുടി പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഗൗതം, സുധീഷ്, എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് സംഭവിക്കുന്നത്. അതായത് അവിടെ ഒരു പാർട്ടിക്ക് മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തു, പക്ഷേ അവിടെ തമ്മിലടിയാണ്. CPM-ലാണ് തമ്മിലടി രൂക്ഷമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി CPM-ൻ്റെ അംഗങ്ങൾ തന്നെ 2 പേരെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതോടെ ക്വാറമില്ലാത്ത പശ്ചാത്തലത്തിൽ ഇന്ന് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അവിടെ തിങ്കളാഴ്ചത്തേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിയിരിക്കുകയാണ് CPM-ലെ അലമ്പ് മൂലം. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.